ആംഗ്ലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഇന്ത്യൻ ഫെഡറേഷനും അതുപോലെ തന്നെ അമല ഹോസ്പിറ്റൽ റുമറ്റോളജി വിഭാഗവും ഒത്തുചേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ 10ാം വാർഷികം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എത്തിച്ചേർന്നിരുന്ന മോർണിംഗ് ടു ഈവനിങ് സെക്ഷൻ വരെ ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു സെലിബ്രേഷന്റെ ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും ഏറെ സ്നേഹത്തോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജോയിന്റ് ഡയറക്ടർ ഫാദർ ബിജു ബുദ്ധു, അദ്ദേഹത്തെ അമല ഹോസ്പിറ്റലിലെ പിയാനോ ജോസഫ് വർഗീസ് സാറിനെയും സ്വാഗതം ചെയ്യുന്നു. സ്റ്റേറ്റ് പ്രസിഡന്റ് നിഖിൽ ജോണിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ സംഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ലാൻഡ് ലൈറ്റിംഗ് സെറമണിയാണ്. Now shines brightly upon us, illuminating our path forward. നല്ലൊരു കയ്യടി കൊടുക്കണം നമുക്ക്. Thank you all. Please be seated. നമുക്കൊരു ബഹുമാനപ്പെട്ട അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഡയറക്ടർ റവറൻഡ് ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ജോയിന്റ് ഡയറക്ടർ റവറൻഡ് ഫാദർ ഡെൽജോ പുത്തൂർ, റുമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ പോൾ ടി ആന്റണി, ഈ ആസിഫിൻ്റെ നാഷണൽ പ്രസിഡന്റ് സൈജോ കണ്ണനായ്ക്കൽ, സ്റ്റേറ്റ് പ്രസിഡന്റ് നിഖിൽ ജോണി, തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് മെയ്ജോ, ആസിഫിൻ്റെ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. രാവിലെ കൃത്യം 8:30 തന്നെ ഇവിടെ എത്തിയതാണ്. ഇത്രയും നേരം ഈ ഹാളിൽ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഈ ഹാളിൽ ഇരുന്ന് ഈ പരിപാടികൾ ഇവിടുത്തെ രാവിലത്തെ 2 സെഷൻസും ലെക്ചർ ടോക്സും ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്തു. അതേമാതിരി കലക്റ്റീവ് ഡിസ്കഷൻസ്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ, എല്ലാ കാര്യങ്ങളിലും എല്ലാവരും പങ്കെടുത്ത് വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി ഇതുവരെയും ഒരാളും ഇവിടുന്ന് വന്നിട്ടുള്ള ആരും തന്നെ പോകാതെ മുഴുവൻ സമയം ഇവിടെ നിന്ന് വളരെ അറ്റൻറ്റീവായിട്ട് ഇവിടെ നിന്ന് നടന്നു വരികയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ പരിപാടി സംഘടിപ്പിച്ചുള്ളത് ആസിഫ് എന്ന് പറയുന്ന ഒരു സംഘടന, ഇന്ത്യ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ആംഗ്ലോസിസ് സ്പോണ്ടിലൈറ്റിസ് ഇന്ത്യൻ ഫെഡറേഷൻ എന്ന് പറയുന്ന സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് നമ്മുടെ സൈജോ കണ്ണനായ്ക്കൽ. ഞാൻ അടുത്തിടെ ഒരു പത്രസമ്മേളനത്തിന് ഇവരൊപ്പം പോയിരുന്നു. അത് ഇന്ത്യൻ സംഘടന തന്നെ, കാരണം മറ്റു പല സ്റ്റേറ്റുകളിലും ഈ സംഘടന വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നത്, ധാരാളം രോഗികളുള്ളൊരു സംഘടനയാണ്. അപ്പോൾ വളരെ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്കൊപ്പം ഇവരോടൊപ്പം പത്രസമ്മേളനം പങ്കെടുത്തപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനിടയായി. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മുടെ റുമറ്റോളജി വിഭാഗം മേധാവി ഡോക്ടർ പോൾ ടി ആന്റണി സാറിനെ കുറിച്ച് പറയാനാണ്. സാറ്, ഞാൻ പല ആൾക്കാരെയും ഡോക്ടറെ അടുത്തേക്ക് റെഫർ ചെയ്ത് വിടാറുണ്ട്. പക്ഷെ എല്ലാ രോഗികളും തന്നെ പിന്നീട് വന്നിട്ട് തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായി, ഇത്രയും നല്ല ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ രോഗത്തിന് നല്ല ആശ്വാസമുണ്ട്. ഒരാൾ പോലും അയ്യോ ശരിയായില്ല, എൻ്റെ രോഗം മാറിയില്ല എന്ന് പറയില്ല. എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയതായിട്ടാണ് എന്നോട് പ്രത്യേകം 100 കണക്കിന് രോഗികൾ വന്ന് പിന്നീട് ഡോക്ടറെ കുറിച്ചും ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനത്തെ കുറിച്ചും എന്നോട് പറയുന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ ഇത്ര ഭംഗിയായിട്ട് നടക്കുന്ന, അമലയിൽ ഏറ്റവും നന്നായിട്ട് വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു വിഭാഗമാണ് റുമറ്റോളജി ആൻഡ് ഇമർജൻസി വിഭാഗം. അതിൻ്റെ തലവനായിട്ടുള്ള ഡോക്ടർ പോൾ ടി ആന്റണിയും അതിൻ്റെ സംഘാടകരെയും മറ്റെല്ലാവരെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ഈ ചടങ്ങ് വളരെ ഭംഗിയായിട്ട് നടത്താൻ സഹായിച്ച മാനേജ്മെൻറ്റിനെയും ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങളുടെ ഒരു സജീവമായുള്ള സാന്നിധ്യവും നിങ്ങളുടെ സഹകരണവും, ഇത്ര സഹകരണം എനിക്ക് തോന്നുന്നു ക്യാൻസർ സംഘടനകൾ ഇവിടെ ധാരാളം പ്രവർത്തിക്കുന്ന നാട്ടിൽ തന്നെയുണ്ട്. പക്ഷെ ഇത്ര ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് വളരെ ഒരു ഇമ്മേഴ്സ്ഡ് ആയിട്ട് എല്ലാവരും വളരെ ഒരു കൂട്ടായ്മ, ഈ ഒരു കൂട്ടായ്മ, ആസിഫിൻ്റെ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള കൂട്ടായ്മയാണ്. അപ്പോൾ ഈ സംഘടനയ്ക്കും ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി അമലയുടെ ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കലച്ചനെ ഏറ്റവും സ്നേഹത്തോടു കൂടെ തന്നെ ഇൻവൈറ്റ് ചെയ്യാം.
ബഹുമാനപ്പെട്ട ഡൽജ പുത്തൂരച്ചൻ, ഡോക്ടർ പോൾ ടി ആന്റണി, PRO ജോസഫ് വർഗീസ് സർ, മിസ്റ്റർ സൈജോ, മിസ്റ്റർ നിഖിൽ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, ഞങ്ങൾ രണ്ടുപേര് ഒരുമിച്ച് അച്ഛനാവാൻ പോയിട്ടുണ്ടായി ഞങ്ങളുടെ നാട്ടിൽ നിന്ന്. അതിലൊരാൾ ഞാൻ CMI സഭയിലേക്കാണ് പോയത്, മറ്റേയാൾ വേറൊരു സഭയിലേക്കാണ്, ജർമ്മൻ ബേസ്ഡ് ആയിട്ടുള്ള സഭയിലേക്കാണ് പോയത്. ഞങ്ങളുടെ അമ്മമാർ കാണുമ്പോൾ പറയാറുള്ളൊരു കാര്യം, എൻ്റെ അമ്മ പറയും എൻ്റെ മോൻ CMI സഭയിലാണ് അച്ഛനാവാൻ പോയിരുന്നത്. മറ്റേയാളുടെ അമ്മ ഇപ്പോഴും പറയും എനിക്ക് പേര് പറയാൻ പറ്റാത്ത ഒരു സഭയിലാണ് എൻ്റെ മോൻ അച്ഛനാവാൻ പോയത്. അതെന്താണ് ആ പേര് ഇതുവരെ എനിക്ക് പഠിക്കാൻ കിട്ടിയിട്ടില്ല. ഷെയിൻസ്റ്റാൾട്ട് എന്നൊക്കെയാണ് പേര്, ജർമ്മൻ കോൺഗ്രിഗേഷനാണ്. അതുകൊണ്ട് ആ പേര്, അപ്പോൾ ഈ അച്ഛൻ എന്നോട് പറയും മരിക്കുന്നവരെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ സഭയുടെ പേരൊന്ന് പറയാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. എന്നപോലെ ഞാനിവിടെ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ടുണ്ട്. നിങ്ങളുടെ ആരംഭം മുതൽ മിക്ക പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പോൾ ടി ആന്റണി സാർ എൻ്റെ ഓഫീസിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും പറയണോ? അച്ഛൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പറഞ്ഞു എന്നോട് ആ പേര് പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ഇപ്പോൾ കയറിയിരിക്കുമ്പോഴും ഡോക്ടർ പറഞ്ഞു അച്ഛനെ AS എന്ന് പറഞ്ഞാൽ മതി, മുഴുവൻ പേര് പറഞ്ഞ് വിഷമിക്കണ്ട എന്ന് ഒരു വാക്ക് പറയണ്ടേ. എനിക്ക് തോന്നുകയാണ് ഈ പേര് പോലെ തന്നെ കുറെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ അസുഖം എന്ന് എനിക്കറിയാം, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. പക്ഷെ നിങ്ങളുടെ ഈ ഒരു സംഘടന ഇതൊരു വലിയ ഫലമാണ്. നിങ്ങൾ ഒന്നിച്ചു നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യുക, പരസ്പരം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏകദേശം 60ഓളം ഈ AS ആയിട്ടുള്ള ആളുകളിവിടെ പങ്കെടുത്തു. 20ഓളം ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ടായിരുന്നു, മറ്റു റിസോഴ്സ് ആളുകളുണ്ടായിരുന്നു. ഒരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഈ ഒരു ഗ്യാതറിങ്ങിനെ കാണുകയാണ്. ഇതിൽ നിന്ന് കിട്ടിയ ഇൻപുട്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ അവസാനം നിങ്ങളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ വളരെ രസകരമായിട്ട് ഉത്തരം പറയുന്നതൊക്കെ കേൾക്കുകയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും ചിലപ്പോൾ ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു അസുഖമാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ഒന്നിച്ചു വരികയും അവിടെ നിങ്ങളുടെ വേദനകൾ, വിഷമങ്ങൾ, അതിൻ്റെ പ്രതിവിധികളൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ആസിഫ് സംഘടനയെ ഞാൻ വലിയ വിധത്തിൽ അഭിനന്ദിക്കുകയും എന്റെ പ്രവർത്തനങ്ങളെ ദൈവാനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാണ്. അസുഖം എന്ന് പറയുന്നത് എല്ലാവർക്കും അസുഖങ്ങളുണ്ട്. ഞാൻ ഇവിടെ നമ്മൾ പല രീതിയിലുള്ള അസുഖക്കാരുടെ ഗ്യാതറിങ്ങുകൾ വിളിച്ചു കൂട്ടാറുണ്ട്. ക്യാൻസർ സർവൈവേഴ്സിന്റെ അസുഖങ്ങൾ ഗ്യാതറിങ് വിളിച്ചു കൂട്ടാറുണ്ട്. വേറെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെ വിളിച്ചു കൂട്ടാറുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കറിയാം ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും എങ്ങാനും ക്യാൻസർ ഐഡന്റിഫൈ ചെയ്താൽ മരിച്ചു എന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ക്യാൻസർ സർവൈവേഴ്സിന്റെ ഒക്കെ ഞാൻ വളരെ പേഴ്സണലായിട്ട് ഒരിക്കലും ഒരു സീനിയർ ഡോക്ടർ സുധീർ സാറിനോടാണ് ഞാൻ ചോദിച്ചത്, സാർ ഈ ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ എത്ര നാള് ജീവിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ സാറ് ചോദിച്ചു അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, അതിൻ്റെ ഒരു ലൈഫ് എക്സ്പെക്ടൻസി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചു ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ എത്ര നാൾ ജീവിക്കും? ഞാൻ പറഞ്ഞു ഡയബറ്റീസ് എനിക്കുണ്ട്, ഡയബറ്റീസ് വന്നാൽ ഇഷ്ടംപോലെ കാലം ജീവിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ പറഞ്ഞു ക്യാൻസറും അതുപോലെ തന്നെ ജീവിക്കാം, ഒരു കുഴപ്പമുണ്ടാവില്ല. എൻ്റെ കയ്യിൽ 30, 40, 50 വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകൾ മറ്റു അസുഖം വന്ന് പ്രായമായിട്ടൊക്കെ മരിച്ച ഒത്തിരി കേസസ് ഉണ്ട്. അതുകൊണ്ട് അതിനൊരു ടൈം പീരീഡ് ഒന്നുമില്ല, എപ്പോൾ ഡയഗ്നോസ് ചെയ്തു എന്നുള്ളതിന് ഒരു ചോദ്യമുണ്ട്. അത് മാത്രമേ ഉള്ളൂ. മറ്റേത് പ്രോപ്പറായിട്ട് ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെയുള്ള ചികിത്സകൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവേഷണങ്ങൾ പുതിയത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ സപ്പോർട്ട് അമലയിൽ നിന്ന് ഉണ്ടാവും. നമ്മളിപ്പോ നമ്മുടെ അമലയുടെ ഒരു സ്റ്റൈൽ ഓഫ് ട്രീറ്റ്മെന്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എങ്ങനെ കുറെ കൂടി ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കാമെന്നുള്ള ചിന്തയോടുകൂടിയാണ്. കൂടുതൽ റിസർച്ചുകൾക്ക് നമ്മൾ സാധ്യതകൾ കൊടുക്കുകയാണ്. ഈ വർഷം തന്നെയാണെങ്കിൽ നമുക്ക് ICMR എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ഏജൻസി വഴിക്ക് നമുക്ക് 3ഓളം മേജർ പ്രോജക്റ്റുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാധ്യത കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പേപ്പറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ അതിന് പ്രോത്സാഹനം കൊടുക്കുകയാണ്. തീർച്ചയായിട്ടും പോൾ ടി ആന്റണി സാറിന് നിങ്ങളെ ഒഴിഞ്ഞിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വലിയ റിസർച്ച് പേപ്പറുകളൊക്കെ വരേണ്ടതാണ്. അദ്ദേഹത്തിന്റെ പേപ്പേഴ്സ് ഉണ്ട്, ഇനിയും കുറെ റിസർച്ച് ചെയ്യേണ്ടതുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ.
ഏതായാലും അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ റിസർച്ചിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ ഇപ്പൊ തന്നെ സാറ് പറഞ്ഞില്ലേ, അത് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും പഠനങ്ങളാണ്. ആ പഠനം തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് അത് തീർച്ചയായിട്ടും വലിയൊരു ഉപകാരത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അതിലേക്കും കൂടെ നിങ്ങളുടെ സംഘടന പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. അത്തരം കാര്യങ്ങളിലൂടെ മരുന്നിന്റെ കാര്യം നേരത്തെ പറഞ്ഞു, ഒരു മരുന്ന് അല്ലെങ്കിൽ ഇഞ്ചക്ഷനൊക്കെ ഫോം ചെയ്തു വരുന്നത് വലിയ സമയമെടുത്തിട്ടാണ്. ഒത്തിരി പേരുടെ പരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെയൊക്കെയാണ് എത്രയോ പേർക്ക് ട്രയൽസ് നടത്തിയിട്ടാണ് അത് മാർക്കറ്റിൽ എത്തുന്നത്. ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ എത്തുമ്പോൾ നമുക്ക് വലിയ അത്ഭുതം തോന്നുന്ന കാര്യങ്ങളാണ് ഇവരൊക്കെ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ. നമ്മൾ പലപ്പോഴും ഓർക്കും, ഈ ഡോക്ടേഴ്സൊക്കെ ചില ദിവസം ഇന്ന് ലീവാണ്, എന്താണ് അവർ പഠിക്കാൻ പോയിരിക്കുന്നത്, അവർ വെറുതെ പോയിരിക്കും, എന്ത് പഠിക്കാൻ, ഇനി എന്താ പഠിക്കാനുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പാലക്കാട് നിന്നാണ്, കുറെ കാലം പാലക്കാടായിരുന്നു. അപ്പോൾ അവിടെ ഡോക്ടർ ചിലപ്പോൾ പേഷ്യന്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ബൈസ്റ്റാൻഡറിന്റെ അടുത്ത് പറയും, ഇപ്പോഴൊന്നും പറയാൻ പറ്റൂല, ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഉടനെ തന്നെ പേഷ്യന്റ് എന്താണത് ഇപ്പൊ പറഞ്ഞാൽ എന്താണ്, അവർക്ക് പഠനമില്ലേ, ഇനി 24 മണിക്കൂർ പഠിക്കാൻ പോകണോ, ഇത്ര നാൾ പഠിച്ചൊന്നും പോരെ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാരുണ്ട്. പക്ഷെ പഠനം എപ്പോഴും ഇങ്ങനെ ഒരുപാട് പഠിച്ചാൽ തന്നെയാണ്, കൂടുതൽ ഗവേഷണങ്ങൾ വന്നാൽ തന്നെയാണ് നമുക്ക് അതിനുള്ള ഉത്തരങ്ങൾ കിട്ടുകയുള്ളൂ. അതിനും കൂടി അമല മുമ്പോട്ട് വെക്കുകയാണ് കുറേ നിർദ്ദേശങ്ങൾ. അതിലേക്ക് അമല വരാനായിട്ട് ഇപ്പോൾ ധ്യാൻ സാറിന്റെ നേതൃത്വത്തിൽ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കാനുള്ള ഒരു ശ്രമത്തിലൊക്കെയാണ്. അതിനും ഞാൻ വലിയ രീതിയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ, ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഡോക്ടർ പോൾ ടി ആന്റണി, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹിതരായ സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ നീട്ടി പറഞ്ഞ് നിങ്ങൾ സമയം കളയുന്നില്ല. സാധാരണ ഇതേപോലെ ഇനാഗുറൽ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ബെസ്റ്റ് വിഷസ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഇനിയുള്ള സമയം നിങ്ങൾക്ക് എൻറിച്ചിങ് ആകട്ടെ എന്ന് പറയും. ഇതിപ്പോൾ നിങ്ങൾ ഓൾറെഡി എൻറിച്ചഡ് ആണ്, പിന്നെ ഒരു ആശംസ പറയുന്നതിന് വലിയ പ്രസക്തിയില്ല. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ 10ാമത്തെ വർഷം ആസിഫിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടി. ഞാൻ കുറച്ച് സമയം ഇവിടെ വന്നിരുന്ന് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനൊക്കെ ഡോക്ടർ പോൾ ടി ആന്റണി വളരെ കോൺഫിഡൻസോടും കൂടി ആൻസർ പറയുന്നത് കണ്ട ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം ആൾക്കാർ സംശയം ചോദിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നത്. സംശയങ്ങൾ ചോദിക്കാൻ തന്നെ കാരണം നിങ്ങൾക്ക് അതിനെന്തെങ്കിലും കിട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായിരുന്നു ഈ 1 ഡേ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വേദനകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് അത് ഉപകാരപ്രദമായിരിക്കും, ആയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ പോൾ ടി ആന്റണി, അദ്ദേഹം ഈ അസുഖം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അദ്ദേഹം അതിനെ ഉൾക്കൊണ്ടു, അതിനുവേണ്ടി ജീവൻ തന്നെ മാറ്റിവെച്ചൊരു വ്യക്തിത്വമാണ്. തീർച്ചയായും നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് അദ്ദേഹം ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് പേർക്ക് സാന്ത്വന സ്പർശമായിട്ട് മാറാൻ സാധിക്കട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. രമേശൻ പി, അരുൺ കൃഷ്ണ, പ്രദീപ്, ജയ, ബാസി, അർച്ചന, നോറ, സതീശൻ, സതീശൻ, ആനിപോൾ, അജിത്, അജിത്, ശശികുമാർ, അനീഷ്,
മീന ഷമീർ, മുരളി, അബൂബക്കർ, സുരേഷ് കുമാർ, അഭിജിത് നായർ, അഭിജിത് നായർ, ജെയിംസ്, ക്രിസ്റ്റി, ഷമീർ, റജീന, ഫൗസിയ ബാനു, രാജീവ്, ശ്രീകുമാർ, ശ്രീകുമാർ, ഫ്രാൻസിസ്, ഉണ്ണികൃഷ്ണൻ, ആശ, സുനിൽ, രാജേഷ്, രജീഷ്, റീതു, ജോസ്മോൻ ജെയിംസ്, മേജോ, ലിനീഷ് സൈമൺ, ഓസ്കാർ സൈജു, ടി.എൽ. മേജോ, താങ്ക് യു. Please be seated.